തൊഴിൽ തട്ടിപ്പ് ചതിയിൽപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ നാട്ടിലെത്തി. CBI സംഘത്തിന് വിവരങ്ങൾ കൈമാറിയ ശേഷം ദില്ലിയിൽ നിന്നും ഇന്നലെ രാത്രിയിലാണ് പ്രിൻസ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് ഉൾപ്പെടെ 3 പേരെയാണ് സെക്യൂരിറ്റി ജോലി എന്ന പേരിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസി കൊണ്ടുപോയത്. സെക്യൂരിറ്റി ജോലിക്കായി 7 ലക്ഷം രൂപ തുമ്പ സ്വദേശിക്ക് കൈമാറിയെന്നും പ്രിൻസ് പറഞ്ഞു. 22 ദിവസത്തെ പരിശീലനത്തിന് ശേഷം തോക്ക് നൽകി യുദ്ധമുഖത്തേക്ക് അയക്കുകയായിരുന്നു. റഷ്യയിലെ യുദ്ധമുഖത്ത് 150ഓളം ഇന്ത്യക്കാരുണ്ടെന്നും പ്രിൻസ് പറഞ്ഞു. അവിടുത്തെ അവസ്ഥ വാർ സോണിലായിരുന്നു. ഒട്ടും മോശപ്പെട്ട അവസ്ഥയായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് സന്തോഷമുണ്ട്. പിന്നെ അത്രയും പെട്ടെന്ന് അവരെങ്കിലും 2 ബ്രദറുണ്ട്, വിനീതും ടീനും, അവരെയും കൂടെ കൊണ്ടുവരണം. ഡ്രോൺ അറ്റാക്ക് ഉണ്ട്, കാലിൽ ബോംബ്. പിന്നെ ഹോസ്പിറ്റലായിരുന്നു 1 മാസം. അങ്ങനെ എംബസി പോയി കണ്ട് അവിടെ നിന്ന് മന്ത്രിമാരൊക്കെ ഇടപെട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ എംബസി എനിക്ക് ഈസി അവിടെ നിന്ന് റെഡിയാക്കി തന്നായിരുന്നു. മകൻ തിരിച്ചെത്തിയതിന്റെ സന്തോഷം മാതാപിതാക്കളും പങ്കുവച്ചു. വളരെ സന്തോഷമായി കൊണ്ടുവന്നിട്ട് നാട്ടിൽ. ഇതേപോലെ 2 പിള്ളേർ പിന്നെയും കിടക്കും. അവരെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടെത്തിക്കും. ഞങ്ങൾ താഴ്മയുടെ ചാനലുകാർക്ക് മുരളീധരൻ സാറിന് ഞങ്ങൾ അപേക്ഷിച്ചു. അവരത്രയ്ക്കും യുദ്ധഭൂമിയിലാണ് അവർ രണ്ടുപേരും കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് അവരെ കൊണ്ട് നാട്ടിലെത്തിക്കുന്നു. താഴ്മയുടെ അപേക്ഷിക്കും. പ്രിൻസിനെ എങ്ങനെ കൊണ്ടുവന്നാൽ അതേപോലെ അവരെയും കൊണ്ടെത്തിക്കും. നിങ്ങളുടെ സഹായം മുരളീധരൻ സാറിന് എല്ലാവർക്കും ഞങ്ങൾ സന്തോഷം. 23 ദിവസത്തെ പരിശീലനത്തിന് ശേഷം തോക്ക് നൽകി യുദ്ധത്തിനയച്ചു. ആദ്യ ദിനം തന്നെ വെടിയേറ്റ് കാലിനും മുഖത്തും പരിക്കേറ്റു. ഭൂമിക്കടിയിലൂടെയുള്ള തുരങ്കം വഴിയാണ് രക്ഷപ്പെട്ടത്. പിന്നീട് സൈനിക ആശുപത്രിയിൽ ചികിത്സ നൽകി. അപകടം നടക്കുമ്പോൾ വിനീതും കൂടെയുണ്ടായിരുന്നുവെന്ന് പ്രിൻസ് പറയുന്നു. വിനീത് ഇന്ന് രാത്രി നാട്ടിലെത്തും. അതേസമയം 3ാമത്തെയാൾ ടിനുവിനായുള്ള കാത്തിരിപ്പിലാണ് വീട്ടുകാർ. എൻ്റെ മോനെ കണ്ടിട്ട് 2 മാസത്തോളമായി ഞാൻ നേരിട്ട് കണ്ടിട്ട്. എനിക്കൊരു അമ്മയെന്നൊരു വാക്ക് വരെ വിളിച്ചില്ല. എൻ്റെ മോൻ ജനുവരി മാസം 29-ാം തീയതി വിളിച്ച മോനാണ്. അതിനുശേഷം ഇതുവരേക്കും വിളിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്ന 2 പിള്ളേരെ ഇവിടെ ഇത്രയും പെട്ടെന്ന് ഇവിടെ കൊടുത്തിക്കാൻ വേണ്ടി കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് മാത്രമേ എനിക്കുള്ളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.